മക്കളെ, ഇന്ന് നമുക്ക് ജന്നത്ത് കെ ബച്ചെ എന്ന വിവേക് മെഹ്തയുടെ ഫിലിമിയിലേക്ക് പഠിക്കാം. ജന്നത്ത് കെ ബച്ചെ, ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗ് എന്നാണ്, സ്വർഗം എന്നാണ് ജന്നത്ത് എന്നതിൻ്റെ അർത്ഥം. ജന്നത്ത് എന്നാൽ സ്വർഗം. ജന്നത്ത് കെ ബച്ചെ, ജന്നത്ത് കെ ബച്ചെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കുഞ്ഞുങ്ങൾ. ജന്നത്ത് കെ ബച്ചെ, സ്വർഗത്തിലെ കുഞ്ഞുങ്ങൾ. വിവേക് മെഹ്തയാണ് ഈ ഫിലിമിയിലേക്ക് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബച്പൻ മേം, ബച്പൻ പറഞ്ഞാൽ കുട്ടിക്കാലം. ബച്പൻ മേം കുട്ടിക്കാലത്തിൽ, മേര എനിക്ക്, ഏക്ക് ഒരു, ബഹുത്ത് ഹി അച്ഛ വളരെ നല്ല, ബഹുത്ത് ഹി അച്ഛ പറഞ്ഞാൽ വളരെ നല്ല, വളരെ, ബഹുത്ത് പറഞ്ഞാൽ കൂടുതൽ എന്നുള്ള അർത്ഥമാണ്. ബഹുത്ത് ഹി അച്ഛ എന്ന് പറഞ്ഞാൽ വളരെ നല്ല, വളരെ അധികം നല്ല ഒരു ദോസ്ത് ഫ്രണ്ട് ഹുവ കർത്താത ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്തിൽ എനിക്ക് ഒരു വളരെ നല്ല ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. സമീർ നാംക, എന്തായിരുന്നു ആ ഫ്രണ്ടിൻ്റെ പേര്? സമീർ. നാംക, നാംക പറഞ്ഞ പേരായിട്ടുള്ള, സമീർ എന്ന് പേരായിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്ക് കുട്ടിക്കാലത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ വളരെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു ഈ സമീർ അല്ലേ. പതാനഹീം, പത എന്ന് പറഞ്ഞാൽ അറിയുക, പതാനഹീം അറിയുകയില്ല, പതാനഹീം അറിയുകയില്ല. കഹാം ഹേ എവിടെയാണ്, വോ, വോ പറഞ്ഞാൽ വഹ് അവൻ, അതായത് സമീർ. വോ പറഞ്ഞാൽ വഹ് അവൻ. ആജിക്കൽ, ആജിക്കൽ പറഞ്ഞാൽ ഈയിടെ. എന്താണ് പറയുന്നത്? അവൻ ഇപ്പോൾ ഈ ഇടയായിട്ട് എവിടെയാണ് എന്ന് അറിയുകയില്ല. അതായത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള ഫ്രണ്ടാണ് സമീർ അല്ലേ. അപ്പോൾ അവരെല്ലാവരും മുതിർന്നു, വലിയ ആളുകളായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമീർ എവിടെയാണ് ഉള്ളത് എന്ന് അറിയുകയില്ല. എൻ്റെ കുട്ടിക്കാലത്തിലെ വളരെ നല്ല ഒരു ഫ്രണ്ടായിരുന്നു സമീർ. അപ്പോൾ നമുക്ക് നോക്കാം. पर हाल ही में जब मैंने एक फिल्म देखी तो उससे जुड़ी कुछ यादें मेरे जहन में ताज़ा हो गई. पर പക്ഷേ, ഹാൽ ഹീമേം, ഹാൽ ഹീമേം എന്ന് പറഞ്ഞാൽ അബി ഈ ഇടയ്ക്കായിട്ട്, അബി ഇപ്പോൾ, അബി പറഞ്ഞാൽ ഇപ്പോൾ, ഹാല് ഹീമേം പറഞ്ഞാൽ ഇപ്പോൾ, ഈ ഒരു സമയത്ത്. ജബ് പറഞ്ഞാൽ എപ്പോൾ, എപ്പോഴാണോ, മേം നെ ഞാൻ, ഏക്ക് ഫിലിം ഒരു സിനിമ, ദേക്കി കണ്ടു, തോ എങ്കിൽ, ഉസ്സെ അതിൽ, ജുഡി ഉസ്സെ ജുഡി അതുമായിട്ട് ബന്ധപ്പെട്ട, ഉസ്സെ ജുഡി അതുമായിട്ട് ബന്ധപ്പെട്ട, കുച്ച് യാദേ കുറച്ച് ഓർമ്മകൾ, മേരെ എൻ്റെ, മേരെ സഹൻ, സഹൻ പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ, മേരെ സഹൻ മേം എൻ്റെ ഓർമ്മയിൽ, എൻ്റെ ഓർമ്മയിൽ, സഹൻമേം എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ, മേരെ പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ, താസാ ഹോഗയി, താസാ ഹോഗയി, താസ പറഞ്ഞാൽ പുതിയതാവുക, അതായത് ഓർമ്മ വീണ്ടും പുതിയ ഓർമ്മയായിട്ട് വരിക, ആ ഓർമ്മകൾ വീണ്ടും ഓർക്കുക. മനസ്സിലായില്ലേ? കഴിഞ്ഞു പോയ ഓർമ്മകളാണ്, അതൊക്കെ മറന്നു കിടന്ന ഒരു ഓർമ്മയായിരുന്നു. പക്ഷേ ഓർക്കാനുണ്ടായ സംഭവം എന്താണ്? ഈ ഇടയായിട്ട്, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ലേഖകൻ ഒരു ഫിലിം കണ്ടു അല്ലേ. മെന്നെ ഏക്ക് ഫിലിം ദേക്കി, ഞാൻ ഈ അടുത്ത ഇടയായിട്ട് തന്നെ ഒരു ഫിലിം കണ്ടു, എങ്കിൽ അതിൽ കുച്ച് യാദേ മേരി സഹൻമേ താസാ ഹോഗയി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അതായത് അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ലേഖകൻ്റെ ഫ്രണ്ടായിട്ടുള്ള സമീറിനെയും കുറിച്ചുള്ള കുറച്ച് ഓർമ്മകൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയായിരുന്നു. അതേപോലത്തെ അവരുടെ കുട്ടിക്കാലത്ത് അവർക്കുണ്ടായ അനുഭവം ഉണ്ടല്ലോ, അതുപോലുള്ള അനുഭവങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. उन यादों के बारे में बताने से पहले इस फिल्म के बारे में बताता हूँ. ഉൻ യാദോം കെ ബാരേമേ ആ ഓർമ്മകളെ കുറിച്ച്, കുട്ടിക്കാലത്തുള്ള ഓർമ്മകളുണ്ടല്ലോ
ആ ഓർമ്മകളെക്കുറിച്ച് ഉൻ യാദോं के बारे में ആ ഓർമ്മകളെക്കുറിച്ച് ബതാനെ സേ പറയുന്നതിന് പഹലെ മുമ്പ് ആ ഓർമ്മകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇസ് ഫിലിം കെ ബാരെ മേ ബതാത്താഹും ഈ സിനിമയെക്കുറിച്ച് ഈസ് ഫിലിം ഈ ഫിലിം പറഞ്ഞാൽ ഈ സിനിമ കെ ബാരെ മേ സിനിമയെക്കുറിച്ച് കെ ബാരെ മേ സിനിമയെക്കുറിച്ച് ബതാത്താഹും പറയുന്നു. ലേഖൻ എന്താ പറയുന്നത്? ലേഖകന് കുട്ടിക്കാലത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സമീർ. സമീറും ലേഖകനും നല്ല അടുത്ത ഫ്രണ്ടായിരുന്നു. പക്ഷേ കുറേ കാലമായിട്ട് അവൻ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയുകയില്ല. പക്ഷേ ഈ ഇടയായിട്ട് അടുത്ത കാലത്തായിട്ട് ലേഖൻ ഒരു സിനിമ കാണാനിടയായി. ആ സിനിമ കണ്ടപ്പോൾ വീണ്ടും ആരെ ഓർമ്മ വരുന്നു? പഴയ ഫ്രണ്ടായിട്ടുള്ള സമീറിനെ ഓർമ്മ വരുന്നു. അവരുടെ കുട്ടിക്കാലവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ആ കാര്യം എന്തൊക്കെയാണ് അത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഈ ഫിലിമിനെ കുറിച്ചൊന്ന് പറയാം എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇസ് ഫിലിം കാ നാം ഹേ ചിൽഡ്രൻ ഓഫ് ഹെവൻ. ഈ ഫിലിമിന്റെ പേരെന്താണ്? ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നാണ് ഈ ഫിലിമിന്റെ പേര്. യാനി പറഞ്ഞ അതായത് ജന്നത്ത് കെ ബച്ചേ. ജന്നത്ത് കെ ബച്ചേ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കുഞ്ഞുങ്ങൾ. ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞാലും ജന്നത്ത് കെ ബച്ചേ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഇംഗ്ലീഷാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ. യഹ് ഏക് ഇറാനി ഫിലിം ഹേ. ഇതൊരു ഇറാനി ഫിലിമാണ്. എന്താണ് ഈ ഫിലിം? എങ്ങനെയുള്ള ഏത് ഫിലിമാണ്? ഇറാനി ഫിലിമാണ് ജന്നത്ത് കെ ബച്ചേ. ഇസ് ഫിലിം കെ മുഖ്യ കിർദാർ ഹേ അലി और സാഹറ നാം കെ ദോ ബച്ചേ. ഇസ് ഫിലിം കെ ഈ ഫിലിമിലെ മുഖ്യ കിർദാർ. എന്താ മുഖ്യ കിർദാർ? കിർദാർ പറഞ്ഞാൽ കഥാപാത്രം. ഈ സിനിമയിലുള്ള പ്രധാന കഥാപാത്രങ്ങളാണ് അലിയും സാഹറയും. അലി ഓർ സാഹറ ആരാണ് അപ്പം പ്രധാന കഥാപാത്രങ്ങൾ? അലിയും സാഹറയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. സിനിമയുടെ പേരെന്തായിരുന്നു? ചിൽഡ്രൻ ഓഫ് ഹെവൻ അഥവാ ജന്നത്ത് കെ ബച്ചേ, സ്വർഗത്തിലെ കുഞ്ഞുങ്ങൾ എന്നായിരുന്നു സിനിമയുടെ പേര്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു. കിർദാർ എന്ന് പറഞ്ഞാൽ കഥാപാത്രം. പ്രധാന കിർദാർ ആരായിരുന്നു? അലിയും സാഹറയും എന്ന പേരായിട്ടുള്ള 2 കുട്ടികളായിരുന്നു. ഫിലിം ശുരു ഹോത്തി ഹേ. ഫിലിം സിനിമ ശുരു ഹോത്തി ഹേ ആരംഭിക്കുന്നു. ശുരു ഹോന പറഞ്ഞാൽ ആരംഭിക്കുക. ശുരു ഹോത്തി ഹേ ആരംഭിക്കുന്നു. ബാസാർ കെ ഏക് ദൃശ്യ സേ. എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ബാസാർ കെ ഏക് ദൃശ്യ. ബാസാർ പറഞ്ഞാൽ അങ്ങാടിയുടെ ഒരു ദൃശ്യത്തോടു കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരും, സിനിമ ഏത് ദൃശ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ തുടക്കത്തിൽ എന്താണ് കാണിക്കുന്നത് എന്ന ചോദ്യം. എന്താണ് കാണിക്കുന്നത്? അങ്ങാടിയാണ് അല്ലേ? ബാസാർ കെ ഏക് ദൃശ്യ. അങ്ങാടി ദൃശ്യത്തോടു കൂടി സിനിമ ആരംഭിക്കുന്നു. യഹാം അലി एक मोची की दुकान पर गड़ा अपनी बहन സാഹറ के पुराने जूते मरम्मत करवा रहा है. എന്താണ് ആ ഫസ്റ്റ് ഭാഗത്തിൽ തന്നെ കാണിക്കുന്നത്? നമ്മുടെ കഥാപാത്രമായിട്ടുള്ള അലി അല്ലേ? അലി യഹാം ഇവിടെ അലി ഏക് മോച്ചി കി ദുക്കാൻ. മോച്ചി പറഞ്ഞാൽ ചെരുപ്പ് കുത്തി. ഒരു ചെരുപ്പൊക്കെ തുന്നുന്ന ആളുണ്ടല്ലോ, അതാണ് ചെരുപ്പ് കുത്തി. ഒരു ചെരുപ്പ് കുത്തിയുടെ ദുക്കാൻ പർ കടയിൽ. ചെരുപ്പ് കുത്തി ഒരു കട ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ചെരുപ്പ് കുത്തിയുടെ കടയിൽ ഗഡ നിൽക്കുകയാണ്. ആര്? അലി. ഗഡ അപ്പനി ബഹൻ സാഹറാക്കെ അവിടെ നിന്നുകൊണ്ട് അപ്പനി ബഹൻ തൻ്റെ സഹോദരി. അപ്പനി ബഹൻ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരി, അലിയുടെ സഹോദരിയായിട്ടുള്ള സാഹറാക്കെ സാഹറയുടെ പുരാനെ ജൂത്തെ പഴയ ചെരുപ്പ് മർമ്മത്ത് കർവാരഹാഹേ. മർമ്മത്ത് കർവാന പറഞ്ഞാൽ കേടുപാട് തീർക്കുക. കേട് വന്നതായിട്ടുള്ള പൊട്ടിയതായിട്ടുള്ള ചെരുപ്പൊക്കെ തുന്നി നന്നാക്കൂല, അതിനെയാണ് മർമ്മത്ത് കറവ എന്ന് പറയാം. മർമ്മത്ത് കറവ രഹാഹേ, അത് കേടുപാട് തീർക്കുകയായിരുന്നു. ആകെ ഹോത്താ യൂം ഹേ കി घर आते समय गलती से वे जूते अली से कहीं खो जाते हैं. ആകെ ഹോത്ത പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? ആകെ പറഞ്ഞാൽ മുന്നോട്ടേക്ക്, പിന്നീട് സംഭവിക്കുന്നത്.
യൂം ഹേ കി എങ്ങനെയോ എങ്ങനെയോ ഗർ ആത്തേ സേ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഗലത്തി സേ ഗലത്തി ആ അലി എന്ത് ചെയ്യാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ സമയത്ത് ഗലത്തി സേ തെറ്റായിട്ട് വേ ജൂത്തെ ആ ചെരുപ്പ് അലീസെ അലിയിൽ നിന്നും കഹി ഗോ ജാത്തി ഹെ എവിടെയോ നഷ്ടപ്പെടുന്നു. അങ്ങനെ അവൻ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയോ ആ പിന്നെ ചെരുപ്പ് അവനിൽ നിന്നും നഷ്ടമാവുകയാണ്. വോ പരേശാൻ ഹോത്താ ഹെ അവൻ വോ പറഞ്ഞ വഹ് അവൻ പരേശാൻ ഹോത്താ ഹെ വളരെയധികം വിഷമിക്കുന്നു. പരേശാൻ ഹോന പറഞ്ഞ വിഷമിക്ക അവൻ എന്തു ചെയ്യുന്നു വിഷമിക്കുന്നു. ബഹൂത്ത് ടൂണ്ട്താ ഹെ പർ ജൂത്തെ നഹി മിൽത്തെ ബഹൂത്ത് ടൂണ്ട്താ ഹെ വളരെയധികം അന്വേഷിക്കുന്നു. ബഹുത്ത് ടൂണ്ടിന പറഞ്ഞാൽ അന്വേഷിക്കുക വളരെയധികം അന്വേഷിക്കുന്നുണ്ട് ആ ചെരുപ്പ് കാണുന്നില്ല. പക്ഷേ നമ്മുടെ അലി അത് വളരെ അധികം എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നു. പർ ജൂത്തെ നഹി മിൽത്തെ പക്ഷേ ചെരുപ്പ് ലഭിക്കുന്നില്ല. ഖൈർ दोनों आपस में सलाह कर एक तरकीब निकालते हैं कि वे दोनों अली के जूते को मिल बांट कर इस्तेमाल करेंगे. ഖൈർ दोनों രണ്ടു പേരും പരസ്പരം സലാഹ് കർ ഏക്ക് തർക്കീബ് രണ്ടുപേരും പരസ്പരം സംസാരിച്ചിട്ട് ഏക്ക് തർക്കീബ് പറഞ്ഞ ഒരു ഉപായം കണ്ടെത്താണ്. രണ്ടുപേരും കൂടെ പരസ്പരം അതിനെക്കുറിച്ചിട്ട് സലാഹ് കർ രണ്ടുപേരും അതിനെക്കുറിച്ച് സലാഹ് പറഞ്ഞാൽ ഉപദേശം എന്നുള്ള അർത്ഥമാണ് ശരിക്കും. അപ്പം ആ ചെരുപ്പ് പോയതിനെ കുറിച്ച് രണ്ടുപേരും കൂടെ അതിനെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് രണ്ടുപേരും ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ഒരു തർക്കീബ് സലാഹ് പറഞ്ഞാൽ ഉപദേശം തർക്കീബ് ഉപായം അങ്ങനെ അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു ഒരു ഉപായം കണ്ടെത്തുകയാണ്. തർക്കീബ് ഉപായം രണ്ടുപേരും കൂടെ ഉപദേശിച്ചിട്ട് ഒരു ഉപായം കണ്ടെത്തുന്നു. എന്ത് ഉപായമാണ് കണ്ടെത്തുന്നത്? വേ ദോനോം അലി കെ ജൂത്തെ വേ ദോനോം അവർ രണ്ടുപേരും वे दोनों अली के जूतों को മിൽ ബാണ്ട് കർ അവർ രണ്ടുപേരും അലിയുടെ ചെരുപ്പ് തന്നെ മിൽ ബാണ്ട് കർ പങ്കിട്ടെടുക്കുക എന്നാണ്. മിൽ ബാണ്ട്കർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ചേർന്ന് പങ്കിട്ടെടുക്കാൻ വേണ്ടി ഇസ്തേമാൽ കരേങ്കേ എന്താണ് അവരുടെ തീരുമാനം എന്തായിരുന്നു? ഒരു ചെരുപ്പ് തന്നെ രണ്ടുപേരും കൂടെ പങ്കിട്ടെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. മിൽ ബാണ്ട്കർ ഇസ്തേമാൽ കർണ ഉപയോഗിക്കുക രണ്ടുപേരും കൂടെ ഒരേ ചെരുപ്പ് തന്നെ പങ്കിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അലി കെ ജൂത്തെ സാഹ്റാ കെ ലിയേ ദോഡേ ബഡേ തോഹേ പർ ഇസ്സേ ക്യാ അലി കെ ജൂത്തെ അലിയുടെ ചെരുപ്പ് ജൂത്തെ പറഞ്ഞ ചെരുപ്പ് ഷൂ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം എന്താണ് അലിയുടെ ഷൂ സാഹറയ്ക്ക് ദോഡേ ബഡേ കുറച്ച് വലുതായിരുന്നു. ദോഡേ ബഡേ പറഞ്ഞാൽ അല്പം വലുതായിരുന്നു. തോ എങ്കിൽ അല്പം വലുതായിരുന്നു എങ്കിൽ പർ ഇസ്സേക്ക പക്ഷെ ഇതുകൊണ്ട് എന്താണ് അതൊന്നും പ്രശ്നമില്ല. കുറച്ച് വലുതായിട്ടൊന്നും പ്രശ്നമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് അല്ലേ. രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്. ചേട്ടൻ്റെ ചെരുപ്പ് അനുജത്തിക്ക് കുറച്ച് എന്താണ് ലൂസാണ് കുറച്ച് വലുതാണ് ആ ചെരുപ്പ്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. ആരറിയരുത് അച്ഛനും അമ്മയൊന്നും അറിയാതെ അവർക്ക് രണ്ടുപേർക്കും ഒരേ ചെരുപ്പ് തന്നെ ഉപയോഗിക്കണം അല്ലേ. तय होता है कि पहले ज़ाहरा सुबह के समय जूते पहनकर स्कूल जाएगी और फिर दोपहर के समय अली उन्हें पहनकर स्कूल जाएगा. അപ്പം എന്താണ് തൈ ഹോത്താഹെ തൈ ഹോന തീരുമാനിക്കുക. തൈ ഹോത്താഹേക്ക് തീരുമാനിക്കുന്നു എന്തെന്നാൽ അവർ തീരുമാനിക്കുകയാണ് പഹലെ പറഞ്ഞ ആദ്യം ഫസ്റ്റ്
ഫസ്റ്റ് സാഹിറ സുബഹ്കെ സമയ്, ആദ്യം തന്നെ സാഹിറ രാവിലെ സമയത്ത്, സുബഹ് പറഞ്ഞ രാവിലെ, പ്രഭാത സമയത്ത്, ജൂത്തെ പഹൻകർ, ജൂത്തെ ധരിച്ചിട്ട്, ചെരുപ്പ് ധരിച്ചിട്ട്, സ്കൂൾ ജായേഗി, സ്കൂളിൽ പോകും, और फिर दोपहर के समय, പിന്നീട് दोपहर के समय, दोपहर പറഞ്ഞ ഉച്ച സമയത്തിനാണ് ദോപഹർ എന്ന് പറയാം. दोपहर के समय, ഉച്ച സമയത്ത്, അലി ഉനെ പഹൻകർ സ്കൂൾ ജായക, അലി അത് ധരിച്ചിട്ട്, പഹൻകർ ധരിച്ചിട്ട്, സ്കൂൾ ജായക, സ്കൂളിൽ പോകും. അവരെടുത്ത തീരുമാനം എന്തായിരുന്നു? രാവിലെയാണ് സാഹിറയ്ക്ക് ക്ലാസ്, ഷിഫ്റ്റാണ്. രാവിലത്തെ ക്ലാസ് സാഹിറയ്ക്കും പിന്നെ ഉച്ചയ്ക്കുള്ള ക്ലാസ് ആർക്കായിരുന്നു? അലിക്കുമായിരുന്നു. അപ്പോൾ സാഹിറ രാവിലത്തെ ക്ലാസ്സിന് പോകും, ഉച്ചവരെ ടൈമാണ്. അപ്പോൾ ഉച്ചവരെയുള്ള ടൈമിലുള്ള ക്ലാസ് സാഹിറയ്ക്ക്, സാഹിറ ഈ ഷൂ ധരിച്ചിട്ട് അതിന് പോവും. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് അവൾ ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ അലിയുടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് സാഹിറ ഇറങ്ങി വീട്ടിലെത്തിയതിന് ശേഷം അവളുടെ ആ ഷൂ തന്നെ വാങ്ങി ധരിച്ചിട്ട് ആര് പോകും? അലി പോകും. അതായിരുന്നു അവരുടെ തീരുമാനം. പക്ഷെ അവർ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെയാണ് ചെരുപ്പുകൾ കൈമാറുന്നത്. അത് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അലി സാഹിറ സ്കൂളിൽ നിന്ന് വരുന്നു, അവൻ വഴിയിൽ കാത്തു നിൽക്കുന്നു, അവിടെ വെച്ചിട്ട് അവർ ചെരുപ്പ് വാങ്ങിയിട്ട് അവൻ്റെ കാലിലിട്ടിട്ട് അവൻ എന്ത് ചെയ്യാണ്? സ്കൂളിലേക്ക് പോകുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത് അല്ലേ. ഒനേ പഹൻകർ സ്കൂൾ ജായേഗ, അത് ധരിച്ചിട്ട് എന്ത് ചെയ്യും? അവൻ സ്കൂളിലേക്ക് പോകും. ലേക്കിൻ ദോനോ കി ബനായി യഹ് തർക്കീബ് ഹർ റോസ് की उनके लिए एक नई परेशानी गड़ी कर देती है. ആ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാം അവർ ആ ചെരുപ്പ് അങ്ങനെ ഉപയോഗിക്കുന്ന കാരണത്താൽ അവർക്ക് എന്തെല്ലാം വിഷമങ്ങളാണ്, എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന്. ഈ സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ആ സിനിമ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, അത് കാണാം. ജന്നത്ത് കെ ബച്ചെ എന്ന സിനിമ, ചിൽഡ്രൻ ഓഫ് ഹെവൻ, ആ സിനിമയൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്തെടുത്തിട്ട് കാണാം. ലേക്കിൻ ദോനോക്കി ബനായി യഹ് തർക്കീബ്, ലേക്കിൻ പറഞ്ഞാൽ പക്ഷേ, ദോനോക്കി രണ്ട് പേരും, ബനായി ഉണ്ടാക്കിയിട്ടുള്ള, യഹ് തർക്കീബ് ഈ ഉപായം, ഹർ റോസ് ഓരോ ദിവസവും, ഉൻകേലിയെ അവർക്ക്, ഏക് നയി പരേശാനി ഓരോ പുതിയ പ്രയാസങ്ങൾ, ഗഡി കർ ദേത്തി ഹെ അവർക്ക് അങ്ങനെ ഓരോ പുതിയ പുതിയ പ്രയാസങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ ഈ ഉപായം, ഒരേ ചെരുപ്പ് തന്നെ ധരിക്കാം എന്ന അവരുടെ ഉപായം അവർക്ക് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. अपने अम्मी अब्बू और टीचरों से इस बात को छुपाने की जद्दोजहद में अली और साहिरा की यह कहानी कई सुंदर रास्तों से गुजरती है. അങ്ങനെ തൻ്റെ അമ്മയോടും അച്ഛനോടും, അമ്മി അബ്ബു അമ്മയോടും അച്ഛനോടും, ആർ ടീച്ചറും സേ പിന്നെ ടീച്ചറോടും, ഇസ് ബാത്ത് കോ ചുപ്പാനേക്ക് ഈ കാര്യം, ചുപ്പാന പറഞ്ഞാൽ മറച്ചു വെക്കുക, ഈ കാര്യം മറച്ചു വെച്ച, അതിൻ്റെ ആ സംഘർഷമാണ് കേട്ടോ, സംഘർഷത്തിനാണ് സഹദ് എന്ന് പറയുന്നത്, സംഘർഷം. ആ സംഘർഷം, അതിൻ്റെ പ്രയാസം, ബുദ്ധിമുട്ട്, അവരങ്ങനെ മറച്ചു വെച്ച കാരണത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അലി ഓർ സഹറാക്കി കഹാനി, അങ്ങനെ അലി ആ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ് മുമ്പോട്ടേക്ക് പോകുന്ന ഈ കഹാനി, അലിയുടെയും സഹാറയുടെയും ഈ കഥ, കൈ സുന്ദർ രാസ്തോം സെ ഗുജർത്തിയെ പല സുന്ദരമായിട്ടുള്ള വഴികളിലൂടെയും കടന്നു പോകുന്നു. സുന്ദർ രാസ്ത, രാസ്ത പറഞ്ഞ വഴി, ഗുസർന കടന്നു പോവുക, പല സുന്ദരമായ വഴികളിലൂടെയും അവരുടെ ഈ കഥ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഫിലിം കി കഹാനി സുനനെ മേം തോ ബഡി സാധാരണ ലഗത്തി ഹെ. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ കേട്ടത് ഫിലിമിലെ കഥയാണ് അല്ലേ. അപ്പോൾ ഫിലിമിലെ കഥ കേൾക്കുമ്പോൾ ബഡി സാധാരണ ലഗത്തി ഹെ, അതൊക്കെ വളരെ സാധാരണമായ കാര്യമല്ലേ, സ്വാഭാവികം, സാധാരണ കാര്യം എന്ന് നമുക്ക് തോന്നാം. पर जिस साधारण तरीके से इस कहानी को निर्देशक माजिद मजीदी ने पर्दे पर उतारा है वो काबिले तारीफ है. എന്താണ്? पर जिस साधारण तरीके के इस कहानी को, പക്ഷേ ഈ സാധാരണ
ഉപായങ്ങളൊക്കെയുള്ള ഈ കഥ, വളരെയധികം ഒരു സാധാരണമായിട്ടുള്ള ഇസ് കഹാനി, ഈ കഥ നിർദ്ദേശക് മാജിദ് മജീദിനെ, ഡയറക്ടർ മാജിദ് മജീദി പർദേ പർ ഉതാരാ ഹെ, പർദേ പറഞ്ഞ കർട്ടൻ, അതായത് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. ഓ കാബിലെ താരീഫ് ഹെ, അത് വളരെയധികം പ്രശംസനീയമാണ് എന്നാണ് പറയുന്നത്. താരീഫ് എന്ന് പറഞ്ഞാൽ പ്രശംസനീയം, കാബിലെ താരീഫ് വളരെയധികം പ്രശംസനീയമാണ്, പ്രശംസ അർഹിക്കുന്ന രീതിയിലുള്ള സിനിമയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രശംസക്ക് യോഗ്യ എന്നാണ് കാബിലെ താരീഫ് എന്ന് പറഞ്ഞാൽ, പ്രശംസയ്ക്ക് യോഗ്യമായതാണ്. കാബിലെ താരീഫ് എന്ന് പറഞ്ഞാൽ പ്രശംസയ്ക്ക് യോഗ്യമായത്. മാജിദ് മജീദി കാബിലെ तारीफ है। वे एक जादूगर की तरह दर्शकों को फिल्म के जादू से बांध कर रखते हैं और उनके साथ ये समझ बांटते हैं कि ज़रूरी नहीं कि सब कुछ होने पर ही इंसान खुश हो। वे एक जादूगर की तरह, അദ്ദേഹം ഒരു ജാദൂഗർ എന്ന് പറഞ്ഞാൽ മായാജാലക്കാരൻ, മജീഷ്യൻ, മായാജാലം, ഇന്ദ്രജാലം ചെയ്യുന്ന ആള്, ഒരു മാജിക് ചെയ്യുന്നത് പോലെ, തരഹ് പറഞ്ഞ പോലെ, ദർശകോങ്കോ കാണികളെ, ഫിലിം കെ ജാദൂസെ ഫിലിമിൻ്റെ ആ മാന്ത്രികതയിൽ, ബാന്ധക്കർ രഖത്തെ ഹെ ബന്ധിച്ച് നിർത്തുന്നു. അതായത് ആ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് വരെ ഇനി എന്താണ് ആവുക, എന്ത് സംഭവിക്കും, കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും, ചെരുപ്പ് എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്, ഇനി എന്താണ് പറ്റുക, അങ്ങനെയുള്ള ഓരോ ചിന്തയിൽ നമ്മൾ അത് വിടാതെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് ആ സിനിമ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ആ ഫിലിമിൽ ഒരു മാന്ത്രികതയുണ്ട്, ആ മാന്ത്രികതയിൽ നമ്മളെ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. और उनके साथ ये समझ बांटते हैं कि जरूरी नहीं कि सब कुछ होने पर ही इंसान खुश हो। और उनके साथ ये समझ बांटते हैं कि അതിനോടൊപ്പം തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. जरूरी नहीं कि सब कुछ होने पर ही इंसान खुश हो, बल्कि एक छोटे से आम भाषा में गरीब कहे जाने वाले परिवार में भी रिश्ते सुंदर और गहरे हो सकते हैं. എല്ലാം ഉണ്ടായിട്ടും ഇൻസാൻ, മനുഷ്യൻ സന്തോഷവാനാണെന്ന് പറയാൻ പറ്റുകയില്ല. എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷവാനാണ് എന്ന് പറയാൻ പറ്റുകയില്ല. ബൽക്കി ഏക്ക് ചോട്ടേസെ ആം ഭാഷാമേ, പക്ഷേ ഒരു ചെറിയ സാധാരണക്കാരൻ, ഗരീബ് കഹേ ജാനെ വാലെ പരിവാർ, ദരിദ്രൻ എന്ന് പറയപ്പെടുന്ന കുടുംബം, ദരിദ്രനായിട്ടുള്ള കുടുംബം, റിശ്തേ സുന്ദർ ഓർ ഗഹരെ ഹോ സക്തേ ഹേ, കുടുംബത്തിൽ അവരുടെ ബന്ധം, റിശ്തേ പറഞ്ഞ ബന്ധം, സുന്ദർ ഓർ ഗഹരെ ഹോ സക്തേ ഹേ, സുന്ദരവും ആഴമേറിയ സ്നേഹമുള്ളതുമായിരിക്കും. സുന്ദർ ഓർ ഗഹരെ ഹോ സക്തേ ഹേ, മനോഹരവും അതുപോലെ തന്നെ ആഴത്തിലുള്ള, വളരെയധികം ആഴത്തിൽ സ്നേഹമുള്ളവരും ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ये सुंदर इंसानी रिश्ते ही एक परिवार के सुखी और खुश होने का असली कारण है. ये सुंदर इंसानी रिश्ते ही, ഈ സുന്ദരമായ ഇൻസാനി മനുഷ്യൻ്റെ, रिश्ते ही एक परिवार के सुखी और खुश होने का असली कारण है. ഈ സുന്ദരമായിട്ടുള്ള ഇൻസാനി മനുഷ്യബന്ധം, ഇൻസാനി റിശ്ത എന്ന് പറഞ്ഞാൽ മനുഷ്യബന്ധം, ഈ വീട്ടിലുള്ളവർ ദരിദ്രരാണെങ്കിലും അവർ തമ്മിൽ സ്നേഹമുണ്ട്, വളരെയധികം സ്നേഹബന്ധമുണ്ട്. അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാവും, അവർക്ക് ചെരുപ്പ് വാങ്ങാൻ, വേറെ ഒന്നും വാങ്ങാനുള്ള കാശ് അവരുടെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ അവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് കുട്ടികൾ അച്ഛനെയും അമ്മയെയും അറിയിക്കുന്നില്ല. അതുപോലെ തന്നെ അതറിയിക്കാതെ ആ പ്രയാസം അനുഭവിച്ചു കൊണ്ട് തന്നെ കുട്ടികൾ പരസ്പരം ചെരുപ്പ് കൈമാറിക്കൊണ്ട് അവരുടെ സ്നേഹം, അപ്പം എന്താണ്, ആ ദരിദ്രരാണെങ്കിലും അവർക്കിടയിൽ ആഴത്തിലുള്ള സ്നേഹം ഉണ്ട്. സുഖി ആർ ഖുഷ് ഹോനേക്ക അസലി കാരണ ഹെ, ഇതാണ് കുടുംബത്തിലെ പരിവാർക്കെ, കുടുംബത്തിലെ സുഖവും ദുഃഖവും, സുഖി ആർ ഖുഷ്.
ഹോനേക്ക അസലി കാരണം, യഥാർത്ഥ കാരണം, ഒരു കുടുംബത്തിൽ സുഖം സന്തോഷം ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ആരാണ്? കുട്ടികൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. കുട്ടികൾ നല്ലതായാൽ ആ നല്ല രീതിയിലുള്ള ഒരു കുടുംബം തന്നെ, സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു കുടുംബം തന്നെ ഉണ്ടായിരിക്കും. चलिए फिल्म के बारे में तो मैंने अपनी बात रख ली, अब समीर से जुड़ी यादें भी तुमसे बांट लूं. ये बात मैं पहली या दूसरी कक्षा की. चलिए വരൂ. ഇനി എന്തിനു വേണ്ടിയാണ് നമ്മളെ ക്ഷണിക്കുന്നത്? ഇനി നമുക്ക് ഫിലിമിൽ കൂടാതെ അവരുടെ കുട്ടിക്കാലത്തുള്ള കഥ അറിയണം അല്ലേ? ലേഖകന്റെ ഫ്രണ്ട് സമീറിന്റെയും. ഫിലിം കെ ബാരെ മേ തോ मैंने अपनी बात रख ली. ഫിലിമിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അബ് സമീർ കെ ജുഡി യാദേങ്കി തുംസെ ബാണ്ടിലും. ഇനി നിങ്ങൾക്ക് സമീറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഓർമ്മ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ബാണ്ടിലും പങ്കുവയ്ക്കാം. एक बात है പഹലിയ ദൂസരി കക്ഷാക്കി. അപ്പം എന്താണ് ഈ സംഭവം? ഏത് സമയത്തുള്ളതാണ്? 1-ാം ക്ലാസ്. പഹലി, ദൂസരി 2, 1-ലോ 2-ലോ പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ്. കക്ഷ പറഞ്ഞാൽ ക്ലാസ്. 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഒറ്റ പഠിക്കുന്ന സമയമാണ്. ഏതാണോ 1-ലാണോ 2-ലാണോ എന്ന് ലേഖകന് നല്ല ഓർമ്മയില്ല. അത്രയും ചെറിയ കുട്ടികളാണ് 1-ലോ 2-ലോ പഠിക്കുന്ന സമയത്തുള്ള ഒരു കാര്യം. तब मैम और സമീർ एक ही स्कूल में पढ़ा करते थे. ആ സമയത്ത് സമീറും ലേഖകനും ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അക്സർ മിക്ക സമയങ്ങളിലും, അക്സർ എന്ന മിക്കവാറും ഐസാ ഹോത്താദാ ഇങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു. എന്തെന്നാൽ കക്ഷാമേം കബി കിസി കാ പെൻ ഖരാബ് ഹോ ജാത്താ താ. ക്ലാസ്സിൽ ഇടയ്ക്ക് ആരുടെയെങ്കിലും, ആരുടെയെങ്കിലും, കബി പറഞ്ഞ ഇടയ്ക്ക്, കക്ഷ ക്ലാസ്, കക്ഷാമേ ക്ലാസ്സിൽ, കബി ഇടയ്ക്ക്, കിസിക്ക ആരുടെയെങ്കിലും, പെൻ പേന, ഖരാബ് ചീത്ത, ഹോ ജാത്താ താ ചീത്തയാകുമായിരുന്നു. ക്ലാസ്സിൽ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലൊക്കെ പേന ചീത്തയാകുമായിരുന്നു. അത് സ്വാഭാവികമാണ് അല്ലേ? ക്ലാസ്സിലെ കുട്ടികളുടെ പേന ചീത്തയായി പോകുന്നത്, മഷി തീർന്നു പോകുന്നത്, എടുക്കാൻ മറന്നു പോകുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം എന്താണ്? അങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു. തോ കോയി അപ്പനാ പെൻ ബോൽ ആത്താതാ. അപ്പനാപ്പൻ എൻ്റെ പേന ഭൂൽ ആത്താതാ മറന്നു പോയിട്ടുണ്ടായിരുന്നു. മേരെ സാത്ത് ബി കബി കബി ഐസാഹി ഹോത്താതാ. മേരെ സാത്ത് ബി എനിക്ക്, കബി കബി ഇടയ്ക്കിടയ്ക്ക്, ഐസാഹി ഹോത്താതാ അങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു. അബ് ജബ് സാമനെ ഗഡി ടീച്ചർ ഹാത്ത് മേ ഡണ്ട ലിയേ ഇംല ലിഖ്വായേ തോ കിസി കോ ഭി ഡർ ലഗേഗാ. അബ് ജബ് സാമനെ ഗഡി ടീച്ചർ, എപ്പോഴാണോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ടീച്ചർ ഹാത്മേ ഡണ്ടാലിയെ കയ്യിൽ വടിയുമായിട്ട്, ഡണ്ട പറഞ്ഞ വടി, കയ്യിൽ വടിയുമായിട്ട്, ഇംലാ ലിഖ്വായേത്തോ കിസി കോ ഭി ഡർ ലഗേഗാ. ഇങ്ങനെ വടിയുമായിട്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്ന ടീച്ചർ ഉണ്ടായാൽ, ഇംല പറഞ്ഞാൽ ശ്രുതിലേക്ക് പറഞ്ഞാൽ എന്താ പറയുക, പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതിക്കും, കേട്ടെഴുത്ത് ഡിക്റ്റേഷനൊക്കെ എടുക്കുമല്ലോ അത്. അപ്പോൾ അങ്ങനെ ചെയ്യിക്കുന്ന സമയത്ത് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടായിരിക്കും, അതൊക്കെ ചെയ്ത് നോക്കുക ഒക്കെ ചെയ്യും ടീച്ചർ. അങ്ങനെ ടീച്ചർ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പേന കയ്യിലില്ലാഞ്ഞാൽ ലിയത്തോ കിസി കോ ഭി ഡർ ലഗേഗാ ആർക്കായാലും പേടി തോന്നുകയില്ലേ. പർ മാർ ഗാനെ സെ ബച്നെ കെ ലിയെ ഹം ദോനോ കെ മിൽക്കർ ഏക് തർക്കീബ്. അങ്ങനെ ടീച്ചറിൽ നിന്നും മാർ ഗാനെ സെ അടി വാങ്ങുന്നതിനും, ഈ ടീച്ചറിൽ നിന്ന് അടി കിട്ടൂലേ, അപ്പം അടി കിട്ടുന്നതിൽ നിന്നും ബച്നെ കെ ലിയെ രക്ഷ നേടാൻ വേണ്ടി, ബച്നെ കെ ലിയെ പറഞ്ഞ രക്ഷ നേടാൻ വേണ്ടിയിട്ട്, ഹം ദോനോം ഞങ്ങൾ 2 പേരും, മിൽക്കർ ചേർന്നിട്ട്, ഏക് തർക്കീബ് ഒരു ഉപായം, ഞങ്ങൾ 2 പേരും ചേർന്നിട്ട് ഒരു ഉപായം, നികാലീതി അങ്ങനെ 2 പേരും ചേർന്നിട്ട് ഒരു ഉപായം കണ്ടെത്താണ്. ഹം ലോഗ് ജൈസെ തൈസെ മിൽ ബാണ്ട് കർ ഏക് ഹി പെൻ ഹി കാം ചലാ ലേത്തെ ദേ. ഞങ്ങൾ 2 പേരും, ഹം ലോഗ് ഞങ്ങൾ 2 പേരും, തൈസെ എങ്ങനെയൊക്കെയോ 2 പേരും കൂടെ ചേർന്നാണ്ട് എങ്ങനെയൊക്കെയോ, എപ്രകാരമാണോ അപ്രകാരം, ഒരാൾ എഴുതി കഴിഞ്ഞിട്ട് മറ്റേ എഴുതി കഴിഞ്ഞിട്ട് അയാൾ അങ്ങനെ മാറിയിട്ട്, മിൽ ബാണ്ട് 2 പേരും കൂടെ ചേർന്നിട്ട്, ഏക് ഹി പെൻ ഒരു പേന തന്നെ,
കാം ചലാ ലേത്താ ഹേ, ഒരു പേന കൊണ്ട് തന്നെ ഞങ്ങളുടെ ജോലി ചെയ്യുന്നു. അതായത് ഒരു പേന ഉപയോഗിച്ചിട്ട് ഒരാൾ എഴുതി കഴിഞ്ഞാൽ മറ്റാൾ എഴുതും, അങ്ങനെ അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പേന ഉപയോഗിക്കുന്നു. ഏക്ക് ലൈൻ വോ അപ്പനി കോപ്പി മേ ലിഖ്താ തോ ദൂസരി മേം, ഒരു ലൈന് അവൻ സ്വന്തം കോപ്പിയിൽ അവൻ്റെ പുസ്തകത്തിൽ നോട്ട്ബുക്കിൽ അവൻ ഒരു ലൈൻ എഴുതും. ആ ലൈൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആരാണ് എഴുതുക? ആ പേന വാങ്ങിയിട്ട് ലേഖകൻ എഴുതും. ദൂസരി മേ, രണ്ടാമത് എഴുതുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ലേഖകൻ. ഇസ് മേം ദോടി ദിക്കത്ത് തോ ഹോത്തി ദി പർ മസാ ഭി ആതാ താ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അല്പം ദിക്കത്ത് പറഞ്ഞാൽ പ്രയാസം, ബുദ്ധിമുട്ട്, അങ്ങനെ ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പർ മസാബിയാത്തത, പക്ഷേ അത് രസമുള്ളൊരു കാര്യം കൂടെ ആയിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിൽ കൂടി അത് രസകരമായ കാര്യമായിരുന്നു. ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് പേന വാങ്ങാൻ എഴുതാൻ രണ്ടുപേരും പരസ്പരം മാറി മാറി എഴുതുന്നത് അതൊരു രസകരമായ കാര്യം തന്നെയായിരുന്നു. पर और भी कई चीज़ें थी जो हम मिल बांट कर इस्तेमाल करते थे. और भी कई चीज़ें, അതുപോലെ തന്നെ കई चीज़ें, പല വസ്തുക്കളും, ജോ ഹം മിൽ ബാണ്ട്കർ, എന്താണോ ഞങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ട്, ഇസ്തേമാൽ കർത്തേതെ, ഉപയോഗിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഇതുപോലെ പല വസ്തുക്കളും എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഒന്നിച്ച് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഏക്ക് അജീബ് സി ഹി ഖുഷി മിൽത്തി, അതിന് വിചിത്രമായിട്ടുള്ളൊരു സന്തോഷം തന്നെ ലഭിക്കുമായിരുന്നു. മില്ല പറഞ്ഞാൽ ലഭിക്കുക, മിൽത്തിരി ലഭിച്ചിരുന്നു. ഐസാ കർണേമേ, ഇങ്ങനെ ചെയ്യുന്നതിൽ വിചിത്രമായിട്ടൊരു സന്തോഷം തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. ഏ ഫിലിം ദേക്കർ ബി മുജെ വൈസി ഹി ഖുഷി കാ എഹ്സാസ് ഹുവാ. ഏ ഫിലിം ദേക്കർ, ഈ ഫിലിം കണ്ടിട്ട്, മുജെ എനിക്ക്, വൈസേഹി അതുപോലെ തന്നെ, ഖുഷിക്ക സന്തോഷത്തിൻ്റെ, എഹ്സാസ് ഹുവ അനുഭവമുണ്ടായി. ഈ ഫിലിം കണ്ടപ്പോൾ എനിക്ക് അതുപോലുള്ളൊരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ് ഉണ്ടായത്. അതാണ് നമ്മളുടെ ഫിലിമിലേക്ക്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നന്നായിട്ട് പാഠഭാഗം വായിച്ചു നോക്കുക, മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.